ഒരു കാര്യം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് പ്രചോദനം. നമ്മൾ ഒരേ കാര്യം ചെയ്യുമ്പോഴും അതിന് തടസ്സം നേരിടുമ്പോഴും വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രചോദനം മൂലമാണ്. ഒരാൾ ലക്ഷ്യപ്രാപ്തിക്ക് മുൻപായി ദൃഢനിശ്ചയം ഏറ്റെടുക്കണം. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത കാരണങ്ങളാൽ ഇൻസ്പയർഡാണ്. ഒരിക്കലൊരു പാവപ്പെട്ടവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എനിക്കെന്താണ് ഇത്രയും കഷ്ടപ്പാട്? എന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും പാവപ്പെട്ടവനായത്? ഈ കാരണം നീ ദാനം ചെയ്യാൻ പഠിച്ചില്ല എന്നതാണ് ദൈവം നൽകിയ മറുപടി. ദൈവത്തിൻ്റെ മറുപടി കേട്ട പാവപ്പെട്ടവന് ദൈവം തന്നെ കളിയാക്കാണോ എന്നാണ് തോന്നിയത്. ആ ദരിദ്രൻ ചോദിച്ചു, അങ്ങെന്നെ പരിഹസിക്കുകയാണോ? ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ള ഞാൻ എന്താണ് ദാനം ചെയ്യേണ്ടത്? ദാനം ചെയ്യാൻ എൻ്റെ കയ്യിൽ എന്താണുള്ളത്? അതിന് ദൈവം മറുപടി പറഞ്ഞത് ഇങ്ങനെ, ദാനം ചെയ്യാൻ നിനക്ക് ഒന്നുമില്ലെന്ന് ആര് പറഞ്ഞു? നിനക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മനോഹരമായി പുഞ്ചിരി നൽകാൻ കഴിയും. നിനക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല വാക്കുകൾ പറയാൻ കഴിയും. ദുഃഖങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാൻ കഴിയും. നിന്റെ കൈകൾക്ക് ആശ്രയമില്ലാത്തവരുടെ കൈ പിടിച്ച് സഹായിക്കാൻ കഴിയും. എന്നിട്ടും നീ പറയുന്നു മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ ഒന്നുമില്ല എന്ന്. അപ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആ ദരിദ്രൻ ചിന്തിച്ചത്. ആ നിമിഷം വരെ ആർക്കും ഒന്നും കൊടുക്കാൻ കഴിയാത്ത ഒരു ദരിദ്രനാണ് ഞാൻ എന്നാണ് അയാൾ കരുതിയിരുന്നത്. ദൈവത്തിൻ്റെ വാക്കുകൾ അയാൾക്ക് പ്രചോദനമായി. താൻ ദരിദ്രനല്ലെന്നും അയാൾ തിരിച്ചറിഞ്ഞു. തന്നാലാവുന്ന വിധം അയാൾ മറ്റുള്ളവരെ സഹായിച്ചു തുടങ്ങി. കാലക്രമേണ അയാൾക്ക് നിരവധി സുഹൃത്തുക്കളുണ്ടായി. ജീവിത നിലവാരം മെച്ചപ്പെട്ടു. മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നമ്മൾ സന്തോഷം ദാനം ചെയ്യുകയാണ്. ആ പുഞ്ചിരി മറ്റൊരാൾക്ക് സന്തോഷമോ പ്രത്യാശയോ ആവാം. മറ്റുള്ളവർക്ക് നല്ല വാക്കുകൾ പറയുമ്പോൾ നാം അത് ദാനം ചെയ്യുകയാണ്. മറ്റൊരാൾ നമ്മളോട് തെറ്റായി പറയുമ്പോൾ പ്രതികാരം ചെയ്യാതെ ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതും ദാനം ചെയ്യുകയാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കുന്നവർക്ക് ആശ്വാസമായി കൂട്ടിരുന്നാൽ, അവരെ സമാധാനിപ്പിച്ചാൽ അത് ദാനം ചെയ്യലാണ്. ദാനമെന്നത് പണമാണ് എന്നത് നമ്മുടെ തെറ്റായ ഒരു ധാരണ മാത്രമാണ്. അതിനാൽ ദാനം ചെയ്യുക. ആരും ദരിദ്രർ അല്ല എന്ന് തിരിച്ചറിയുക. മറ്റുള്ളവർക്ക് പ്രചോദനമാവുക. ആർക്കെങ്കിലും പ്രചോദനമാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Love you all. Be inspired.